നമസ്കാരം, എല്ലാവർക്കും ട്രിയോസിസ് കോർണറിലേക്ക് സ്വാഗതം. നമ്മൾ പലതരത്തിലുള്ള ഫെസ്റ്റിവൽസൊക്കെ ആഘോഷിക്കാറുണ്ട് അല്ലേ? ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ, ഓണം, വിഷു, അതേപോലെ ക്രിസ്മസ്, ദീപാവലി, ഇങ്ങനെ പല ആഘോഷങ്ങളുമുണ്ട്. അപ്പം ഇങ്ങനത്തെ പേരുകൾ കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ചില കാര്യങ്ങൾ ഓർമ്മ വരും. ഇപ്പം എനിക്കാണെങ്കിൽ ചെറിയ പെരുന്നാൾ എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരും നോൽമ്പ് ഓർമ്മ വരും. പിന്നെ പള്ളിയിൽ പോകും, നിസ്കരിക്കാൻ നമ്മൾ പെരുന്നാൾ ജുമയ്ക്ക് പോകും. പിന്നെ അതിൽ കൂടെ പെരുന്നാളിൻ്റെ അന്ന് ഉണ്ടാക്കുന്ന ബിരിയാണി, അതിലും കൂടുതലായിട്ട് ഞാൻ ഒഴിച്ചുകൂടാത്തൊരു കാര്യം പറഞ്ഞുതരാം. ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കിയില്ലെങ്കിലും മൈലാഞ്ചി, അതും അരച്ച മൈലാഞ്ചി ഇടുന്ന ആളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അരച്ച മൈലാഞ്ചി. ഈ ഒരു മൈലാഞ്ചിൻ്റെ മണവും ഒക്കെ ഒരു പെരുന്നാളിൻ്റെ ഒരു മണമായിട്ടാട്ടോ കിട്ടുക. ഇത് ചെറുപ്പം മുതലേ യൂസ് ചെയ്യുന്നൊരു കാര്യം. പിന്നെ അതുപോലെ ഓണം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓണസദ്യ, പായസം, പൂക്കളം, മാവേലി, ഇതൊക്കെ ഓർമ്മ വരും. അതേപോലെ ദീപാവലി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊന്നും പണ്ട് ദീപാവലി അങ്ങനെ ആഘോഷിച്ചിരുന്നില്ല, എങ്കിലും ആ വിളക്കുകളുടെ കാര്യം ഇങ്ങനെ ഓർമ്മ വരും കേട്ടോ. പിന്നെ അതുപോലെ ഇപ്പോൾ ക്രിസ്മസ് വരികയാണ്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന കാര്യം, എൻ്റെ ചെറുപ്പത്തിലൊക്കെ അന്നൊന്നും എല്ലാ വീടുകളിലും ക്രിസ്മസ് ട്രീ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ മിക്ക വീടുകളിലും, അത് ഏത് വീടെടുത്താലും, ക്രിസ്ത്യൻസ് മാത്രമല്ല, നമ്മൾ ഏത് വീടെടുത്താലും ഒരു സ്റ്റാർ നമ്മൾ അവിടെ തൂക്കിയിടാറുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ മനസ്സിൽ ഓടി വരുന്നത് കേട്ടോ. പിന്നെ അതുപോലെ ക്രിസ്മസിന് മാത്രം കിട്ടുന്ന, പണ്ടൊന്നും എപ്പോഴൊന്നും കേക്കൊന്നും ബേക്കറിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഈ ക്രിസ്മസ് ടൈമും ന്യൂ ഇയർ ടൈമും ആകുമ്പോൾ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ആ ഒരു കേക്കിൻ്റെ ഓർമ്മകൾ ഉണ്ടാവും, പ്രത്യേകിച്ച് പ്ലം കേക്ക്. പിന്നെ അതുപോലെ വേറൊന്ന് വരുന്നത് പുൽക്കൂട്. ഞാൻ പഠിച്ചിരുന്ന സ്കൂള് ഒരു കോൺവെൻറ്റ് സ്കൂളായ കാരണം അവിടെ ചേർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയി പുൽക്കൂടൊക്കെ കാണാൻ നല്ല ഇഷ്ടമായിരുന്നു. ഒരു പ്രത്യേക ആ ചെറുപ്പത്തിൻ്റെ ഒരു എല്ലാത്തിനും ഒരു കൗതുകമായിരിക്കുമല്ലോ. അപ്പോൾ അത് അങ്ങനത്തെ കാര്യങ്ങളാണ് എനിക്ക് ഓർമ്മ വരിക. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇങ്ങനത്തെ ആഘോഷങ്ങൾ കേൾക്കുമ്പോൾ, ആ ഒരു പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഓർമ്മ വരുന്നത് എന്നുള്ളത് ഒന്ന് പറയാം കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ ഇപ്പോൾ തംബ്നെയിൽ നിങ്ങൾ കണ്ട പോലെ തന്നെ ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പലരും പറയാറുണ്ട് പ്ലം കേക്ക് വാങ്ങാൻ മടിയാണ്, അത് ചിലർക്ക് അത് ആൽക്കഹോളിലാണ് അതിൻ്റെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ സോക്ക് ചെയ്യുന്നത്, അത് കാരണമുള്ള മടിയാണ് എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ ചിലർ പറയാറുണ്ട് അവർ ആൽക്കഹോൾ മാറ്റിയിട്ട് ജ്യൂസോ, ഓറഞ്ച് ജ്യൂസോ അല്ലെങ്കിൽ മുന്തിരിയുടെ ജ്യൂസിലോ സോക്ക് ചെയ്താലും അതിനൊരു പെർഫെക്ഷൻ കിട്ടാറില്ല എന്ന് പറയാറുണ്ട്. പക്ഷെ ഞാൻ ഇത് ജ്യൂസൊക്കെ വെച്ചിട്ട് സോക്ക് ചെയ്തിട്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല ചെയ്യുന്നത്, എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഇപ്പോൾ നട്ട്സ് ഞാൻ പലതരത്തിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കാഷ്യൂ നട്ട്സും ബ്ലാക്ക് റൈസിൻസും കുറച്ച് ചെറിയും കുറച്ച് ടൂട്ടി ഫ്രൂട്ടി, ഇത് മാത്രമാണെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ പണ്ടത്തെ കാലത്തൊന്നും എല്ലാ നട്ട്സോ അല്ലെങ്കിൽ ഇപ്പം നമുക്ക് കിട്ടുന്ന പോലെ പ്രൂൺസും പ്ലംസും അങ്ങനെ എല്ലാം ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെ അതിലുണ്ടായിരുന്നത് ചെറി ഉണ്ടാവും, കുറച്ച് ടൂട്ടി ഫ്രൂട്ടി, പേരിനുണ്ടാവും, കുറച്ച് നട്ട്സ് ഉണ്ടാവും. പണ്ടത്തെ കാലത്ത് നമ്മൾ വാങ്ങിക്കുമ്പോൾ അങ്ങനെ കിട്ടിയിരുന്നുള്ളൂ, എങ്കിലും അത് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ചെയ്തെടുക്കുമ്പോഴാണല്ലോ ആ ടേസ്റ്റിൻ്റെ ഒരു വ്യത്യാസം വരുന്നത്. അപ്പോൾ കുട്ടികൾക്ക് നമുക്ക് ഇപ്രാവശ്യം നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നേ ഉള്ളൂ, നമ്മൾ സാധാ കേക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് അത് കുക്കായി കിട്ടും, അവനിലാണെങ്കിലും സ്റ്റൗ ടോപ്പിൽ ചെയ്യുകയാണെങ്കിൽ. പക്ഷേ ഇതിൽ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നേരം കൂടുതൽ, ഇപ്പം 30 മിനിറ്റ് ആണെങ്കിൽ അതൊരു 40 മിനിറ്റ് നമ്മൾ വെച്ച് കുക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ സ്ക്യൂവറോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ച് നോക്കുക. എന്നിട്ട് അത് വെച്ച് നോക്കിയിട്ട് അത് എടുക്കുമ്പോൾ നമുക്കറിയാലോ കുക്കായിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കുറച്ചൊരു മാറ്റം അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിലത്തെ സ്പൈസസ് സ്പെഷ്യൽ സ്പൈസസ് ആണ്, അത് കൂടാൻ പാടില്ല. കൂടിക്കഴിഞ്ഞാൽ അതിനൊരു കുത്തു ഫ്ലേവറാവും. അപ്പോൾ അതാണ് ചില പ്ലം കേക്ക് നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിൽ ഭയങ്കരമായിട്ട് അതിൻ്റെ ആ സ്പൈസസിൻ്റെ മണമായിരിക്കും, അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊരു പ്ലം കേക്ക് പ്രാവശ്യം ഉണ്ടാക്കി നോക്കാം. അപ്പോൾ റെഡിയല്ലേ? നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തോളൂ. എന്നാലും എന്താ വെച്ചാൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇത്രയും ഡ്രൈഡ് ഫ്രൂട്ട്സും നട്ട്സും കണ്ടിട്ടൊന്നും അന്തം വിടണ്ട, ഇത്രയൊന്നും ആവശ്യമില്ല. ഇത് സെയിൽ ചെയ്യണവർക്ക് റിച്ച് പ്ലം കേക്കായിട്ട് കൊടുക്കണമെങ്കിൽ ഇതൊക്കെ വാങ്ങിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ അതിൽ ഞാൻ ഗോൾഡൻ റൈസിൻസും ബ്ലാക്ക് റൈസിൻസും ഡ്രൈഡ് ഫിഗ്, ഡേറ്റ്സ്, ചെറി, അതുപോലെ കാൻഡീഡ് ഓറഞ്ച് പീല്, ടൂട്ടി ഫ്രൂട്ടി, ഡ്രൈഡ് കിവി, പ്ലംസ്, പ്രൂൺസ്, ഇതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ സാധാരണ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഇത്രയൊന്നും ആവശ്യമില്ല. അതിൻ്റെ എന്തൊക്കെയാണ് വേണ്ടത് ഞാൻ പറയാം. പിന്നെ കുറച്ച് കാൻഡിഡ് ഓറഞ്ച് പീൽ മാറ്റി വെക്കുക, നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ വെക്കാതെ. പിന്നെ ഒരു മൂസമ്പി വേണം. ആ മൂസമ്പി കഴുകി തുടച്ച് അതിൻ്റെ ആ തൊലി ഉണ്ടല്ലോ അതൊന്ന് നമുക്ക് ആ ജസ്റ്റ് ഒന്ന് ഒരു ഗ്രേറ്ററിൽ ചെയ്ത് എടുക്കണം. അതൊന്നും നമ്മൾ പകുതി മാറ്റി വെക്കണം. അതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഞാൻ ഇപ്പോൾ കാണിച്ചത് കാൻഡിഡ് ജിഞ്ചറാണ്, ഇഞ്ചി വിളയിച്ചത്. ഇത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. കാൻഡിഡ് ജിഞ്ചറും കാൻഡിഡ് ഓറഞ്ച് പീലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ആ ഓറഞ്ച് ഞാൻ നേരത്തെ പറഞ്ഞ മൂസമ്പിയുടെ നീരാണ്, അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് നീരെടുത്ത് വെക്കുക. പിന്നെ നമുക്ക് ബട്ടർ വേണം. ഒരു 100 ഗ്രാം ബട്ടർ മതി നമുക്ക് വീട്ടിലൊക്കെ ചെയ്ത് എടുക്കാനുള്ളത്, കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ. പിന്നെ കുറച്ച് ഗ്രാമ്പൂവിൻ്റെ പൊടി വേണം. പിന്നെ ചുക്ക് പൊടി വേണം. പിന്നെ പഞ്ചസാര ആവശ്യമുണ്ട്. പഞ്ചസാര ഏകദേശം ഒരു 1.25 കപ്പാണ് ആവശ്യം. പിന്നെ കുറച്ച് നട്ട്സും റേസിൻസും മാറ്റി വെക്കുക. അത് നമ്മൾ ബാറ്റർ ടിന്നിലിട്ട ശേഷം ബേക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ മേലെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഒരു റിച്ച് പ്ലം കേക്കിന് ആവശ്യമുള്ളത്. ഇതും നട്ട്സ് നമ്മൾ ഡ്രൈഡ് ഫ്രൂട്ട്സിൻ്റെ കൂടെ സോക്ക് ചെയ്യുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതിന് എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ കറക്റ്റ് അളവ് ഞാൻ വഴിയെ പറഞ്ഞു തരുന്നുണ്ട്. ഇത് റിച്ച് പ്ലം കേക്കായിട്ട് നമുക്ക് വീട്ടിലേക്കോ പുറത്തേക്കോ വേണമെങ്കിലുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് മിക്സഡ് ഫ്രൂട്ട് ജാമാണ്. അത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് ചെറിയൊരു ബോട്ടിൽ വാങ്ങിച്ചാൽ മതി. ഇനി മിക്സഡ് ഫ്രൂട്ട് ജാം കിട്ടിയില്ലെങ്കിൽ പൈനാപ്പിളിൻ്റെ ജാമായാലും മതി. അപ്പോൾ വീട്ടിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അളവാണ് പറയുന്നത്. ഒരു 4 ടേബിൾ സ്പൂൺ ബ്ലാക്ക് റേസിൻസ്, അതിൻ്റെ പകുതി അതായത് 2 ടേബിൾ സ്പൂൺ ഗോൾഡൻ റേസിൻസ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 10-12 കാഷ്യൂനട്ട്. അത് മുറിക്കാത്തതാണ്, അതൊന്ന് നമ്മൾ ചെറുതായി മുറിച്ച് വെക്കണം കേട്ടോ. പിന്നെ കയ്യിൽ ബദാം ഉണ്ടെങ്കിൽ ബദാം ഇടാം, ഇല്ലെങ്കിൽ ആവശ്യമില്ല. ഒരു ബദാം എടുക്കുകയാണെങ്കിൽ ഒരു 5 എണ്ണമൊക്കെ മതി. പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി, ഒരു 3 ടേബിൾ സ്പൂണോളം ടൂട്ടി ഫ്രൂട്ടി ആവശ്യമുണ്ട്. ടൂട്ടി ഫ്രൂട്ടിയൊക്കെ നമുക്ക് വാങ്ങിക്കാൻ അറിയാമല്ലോ നിങ്ങൾക്ക്. പിന്നെ കുറച്ച് നട്ട്സും റേസിൻസും മാറ്റി വെക്കണം ബാറ്ററിൻ്റെ മേലെ ഇടാൻ വേണ്ടിയിട്ട്. ഇത് ചെറിയും ഡ്രൈഡ് ഫിഗും കിവിയാണ്. അത് എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് അതിൽ ചെറി മാത്രം നിങ്ങൾ വീട്ടിലേക്ക് വാങ്ങിച്ചാൽ മതി. ചെറിയുടെ പാക്കറ്റൊക്കെ 20 റുപ്പീസിനൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത്രയും മതി നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഈ കാണിക്കുന്നത് ഡ്രൈഡ് പ്ലംസും ഡേറ്റ്സും പ്രൂൺസുമാണ്. അതിൽ ഡേറ്റ്സ് ഒരു 3 എണ്ണമൊക്കെ മതി കേട്ടോ. വീട്ടിലേക്കാണെങ്കിൽ ഒരു 3-4 ഈത്തപ്പഴം കുരു കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി വെക്കുക. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഓറഞ്ച് പീൽ, അതായത് കാൻഡിഡ് ഓറഞ്ച് പീൽ കിട്ടും. നമ്മൾ ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ചത് അത് വാങ്ങിക്കാൻ കിട്ടും. അതേപോലെ തന്നെ കാൻഡിഡ് ജിഞ്ചർ, വിളയിച്ച ഇഞ്ചി, ഇത് രണ്ടും ആവശ്യമുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ വീതം നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് സ്പൈസസ് ആണ്. ഒരു 7-8 ഗ്രാമ്പു വേണം, 2 ഏലക്ക വേണം, ഒരു വലിയ കഷ്ണം കറുവപ്പട്ട വേണം, ഒരു പകുതി ജാതിക്ക വേണം. ഇത് ഒരുമിച്ച് പൊടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും എടുത്തിട്ടുള്ളത്. അത്രയും നമ്മൾ കേക്കിലിടില്ല കേട്ടോ. പിന്നെ വേണ്ടത് ചുക്ക് പൊടിയാണ്, ഗ്രാമ്പു പൊടിയും വേണം. ഗ്രാമ്പു നമ്മൾ പൊടിച്ചത് വേറെ തന്നെ വേണം. പിന്നെ ഒരു 1.25 കപ്പോളം പഞ്ചസാരയാണ് വേണ്ടത്. അതിൽ 3/4 കപ്പ് പൊടിച്ച് വെക്കുക. അതുപോലെ നമ്മൾ ആ പൊടിച്ച് വെച്ചിട്ടുള്ള സ്പൈസസ് ആണ്. ആ സ്പൈസസിൽ 1 ടീസ്പൂൺ മറ്റേ ചുക്ക് പൊടിയും ചേർക്കുക, 1 ടീസ്പൂൺ ഗ്രാമ്പൂവിൻ്റെ പൊടിയും ചേർക്കുക. പിന്നെ ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് സോക്കിംഗ് ആണ്. അപ്പോൾ അതിലേക്ക് ആ പൊടിക്കാത്ത പഞ്ചസാര ഒരു പാനിലിട്ട് അതിൽ ആ മൂസമ്പി ജ്യൂസ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക. ഇതൊക്കെ ചെറിയ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ, ഹൈ ഫ്ലെയിമിൽ ചെയ്യരുത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജാമാണ് ഇടുന്നത്, മിക്സഡ് ഫ്രൂട്ട് ജാം. ഇതിലിപ്പോൾ 3 ടേബിൾ സ്പൂണോളം നിങ്ങൾ കാണുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ 3.5 കിലോ അങ്ങനെയൊക്കെ വെച്ചാൽ ഞാൻ ചെയ്യുക. ഞാൻ പറയുന്ന അളവിൽ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഏകദേശം 750 ഗ്രാമിൻ്റെ ഒരു പ്ലം കേക്കാട്ടോ കിട്ടുക, അതായത് 1 കപ്പ് മൈദ വെച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ ഇനി അതെല്ലാം മിക്സ് ആയി കഴിഞ്ഞ ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള എല്ലാ ഡ്രൈഡ് ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഇട്ട് കൊടുക്കുക. ഒക്കെ ചെറിയ തീയിൽ വേണം ചെയ്യാൻ. ഈ ഒരു സമയത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നട്ട്സ് ഇട്ട് കൊടുക്കുക. അതുപോലെ മാറ്റി വെച്ചിട്ടുള്ള ഓറഞ്ച് ജസ്റ്റും കാൻഡിഡ് ജിഞ്ചറും
ചുക്ക് പൊടിയും ഗ്രാമ്പൂ പൊടി അതും കൂടി ഇട്ട് കൊടുക്കുക നന്നായിട്ട്. എന്നിട്ടൊന്ന് ഇളക്കി അതൊന്ന് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. നമ്മൾ ഇതൊക്കെ തലേദിവസം ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് നമുക്ക് പെട്ടെന്ന് പ്ലം കേക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ സമയം നമുക്ക് വേസ്റ്റ് ആവില്ല. പിന്നെ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഏതിലാണോ ബേക്ക് ചെയ്യുന്നത് ആ കേക്കിൻ്റെ ടിന്ന് കൂടി റെഡിയാക്കി വെക്കുക. ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് റെഡിയാക്കി വെക്കുക. അടുത്ത സ്റ്റെപ്പ് ഷുഗർ കാരമലൈസ് ചെയ്യണം. അപ്പോൾ ആ പൊടിക്കാത്ത ഷുഗർ നമ്മളൊരു പാനിലിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി അതൊന്ന് ചൂടാവാൻ വെക്കുക. ചെറിയ ഫ്ലെയിമിൽ വേണം ഇതും ചെയ്യാൻ, ഹൈ ഫ്ലെയിമിൽ ചെയ്യരുത്. അപ്പോൾ അതൊന്ന് ആദ്യം അലിയും, പിന്നെ അത് ഗോൾഡൻ കളറായിട്ട് ഇങ്ങനെ ബ്രൗൺ, അതിൻ്റെ കളർ ഇങ്ങനെ മാറി മാറി വരും. ആ സമയത്തും കൊണ്ട് തന്നെ നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് അതും റെഡിയാക്കി വെക്കണം. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. പിന്നെ ആദ്യം ഒരു ലൈറ്റ് ബ്രൗൺ ആയിരിക്കും, പിന്നെ അത് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവും, പിന്നെ ഒന്നും കൂടി ഡാർക്കാവും. പക്ഷേ വല്ലാതെ ഡാർക്കാവരുത്, അപ്പോൾ അതിനൊരു കയ്പ്പ് രസം വരും. അപ്പോൾ നമ്മളെ കേക്കിനൊക്കെ ഒരു കയ്പ്പാവും വരും, അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ അത് ഏകദേശം നല്ലൊരു ബ്രൗൺ, ഇപ്പോൾ കണ്ടില്ല, ഏകദേശം ഈ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചുടുവെള്ളം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മളൊന്ന് മാറി നിൽക്കുക, അതിൻ്റെ ആവി മുഖത്തേക്ക് വരും. വെള്ളം ഒഴിക്കുമ്പോൾ അതുപോലെ തന്നെ ആ ഷുഗർ ഒന്ന് കട്ടിയാവും, പക്ഷേ അത് തിളച്ച് പിന്നെ അത് അലിഞ്ഞു വരും, മെൽട്ടായിട്ട് വരും കേട്ടോ. മെൽട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി ഒന്ന് കുറുകിയ ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് അത് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യേണ്ട, നമുക്ക് ആ സമയം കൊണ്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. ഇനി അടുത്തത് നമുക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. ഡ്രൈ ഇൻഗ്രീഡിയൻസിന് ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുക്കുന്നത്. അത് 750 ഗ്രാമിൻ്റെ അളവാട്ടോ പറയുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു 3 നുള്ള് ഉപ്പ്, പിന്നെ നമ്മൾ ആ പൊടിച്ച് വെച്ചിട്ടുള്ള സ്പൈസസ് ഉണ്ടല്ലോ ആ സ്പൈസസിന് 1 ടീസ്പൂൺ ഇടുക. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഒരു 3 പ്രാവശ്യം അരിച്ച് വെക്കണം, അപ്പോൾ നന്നായി മിക്സായി കിട്ടും. പിന്നെ ഒരു മിക്സിയുടെ ജാറിൽ ഒരു 3 മീഡിയം സൈസ് കോഴിമുട്ട, അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ച് ഒന്ന് നന്നായി അടിച്ചെടുക്കണം. ഞാനിവിടെ പ്ലം കേക്കിൻ്റെ എസൻസ് ഉള്ള കാരണം അതും 1 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. അത് നിർബന്ധമില്ല, നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് മാത്രം മതി കേട്ടോ. എസൻസ് ഒഴിക്കണത് എന്തിനാണെന്ന് വെച്ചാൽ ആ കോഴിമുട്ടയുടെ ആ ഒരു പച്ചമണം നമ്മളുടെ കേക്കിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പഞ്ചസാരയില്ലേ അത് ആഡ് ചെയ്യുക, അത് ഒഴിച്ചു കൊടുക്കുക. അതും കൂടി ഇട്ടിട്ട് വേണം ഇനി ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കാൻ. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ആഡ് ചെയ്യണം. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു മിനിറ്റോളം ബീറ്റ് ചെയ്താൽ മതി. അപ്പോഴേക്കും നമ്മൾ ആ ഡ്രൈഡ് ഫ്രൂട്ട്സൊക്കെ ഒന്ന്, നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ഫ്രൂട്ട്സ് ഇല്ലേ അതൊക്കെ ഒന്ന് തണുത്തിട്ടുണ്ടാവും. അതിലേക്കാണ് നമ്മൾ മിക്സിയിൽ അടിച്ച സാധനങ്ങൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആക്കി വെച്ചത് ബാച്ചസ് ആയിട്ടിടുക, ഒരുമിച്ചിടാതെ 2-3 പ്രാവശ്യം ബാച്ചസ് ആയിട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. വല്ലാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കരുത്, ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. അതേപോലെ നമ്മൾ കുറച്ച് കാൻഡീഡ് ജിഞ്ചറും കാൻഡീഡ് ഓറഞ്ച് പീലും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഓറഞ്ച് ജസ്റ്റിൻ്റെ പകുതി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ 3rd ബാച്ചാണ് നമ്മൾ ആ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ. അത് കഴിഞ്ഞ് നമ്മൾ ആ തണുത്ത കാരമൽ സിറപ്പ് ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് ആ സമയത്ത് കൊണ്ട് നമ്മളുടെ ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുക. ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ്സ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കണം ആ സമയം കൊണ്ട്. അപ്പോഴേക്കും അത് ചൂടായി കഴിഞ്ഞിട്ടുണ്ടാവും, ഓവൻ ചൂടായിട്ടുണ്ടാവും. അവനിലേക്ക് വേണം നമ്മളിത് വെച്ച് കൊടുക്കാൻ. പിന്നെ ഈ ഒരു പ്ലം കേക്കിൻ്റെ പ്രത്യേകത സാധാ കേക്കിനേക്കാളും ടൈം എടുക്കും ഇത് വേവാൻ വേണ്ടിയിട്ട്, അല്ലേ, കുക്കായി കിട്ടാൻ. അപ്പോൾ നമ്മൾ ആദ്യം, എൻ്റെ ഓവൻ്റെ സെറ്റപ്പാട്ടോ പറയുന്നത്, ഞാൻ ചെയ്യാറ് 200 ഡിഗ്രി സെൽഷ്യസിൽ ഞാനൊരു 35 to 40 മിനിറ്റ് ആദ്യം ഒന്ന് ബേക്ക് ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ ഒരു 10 to 15 മിനിറ്റ് ഒരു 180 ഡിഗ്രി സെൽഷ്യസിലും ബേക്ക് ചെയ്യും. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നട്ട്സ് ഉണ്ടായിരുന്നില്ലേ, ആ നട്ട്സും റൈസിൻസും ഈ ബാറ്ററിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ബാറ്റർ റെഡിയായി. ഇനി അത് ബേക്ക് ചെയ്ത് എടുക്കണം. അതിപ്പോൾ സ്റ്റൗ ടോപ്പിലാണെങ്കിലും ഏകദേശം
40 മിനിറ്റ് ഫസ്റ്റ് എന്നുള്ളത് ഒരു 50 മിനിറ്റിൽ ആദ്യം ചെയ്യുക. പിന്നെ ലോ ഫ്ലെയിം ഒന്ന് നോക്കിയിട്ട് വീണ്ടും ഒരു 10 മിനിറ്റും കൂടി വെച്ചാൽ നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ അതാ കേക്ക് ഞാനതിൽ വെച്ചിട്ടുണ്ട്. 2-3 പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കേക്കുകൾ മക്കൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ 3 പ്രാവശ്യം ചെയ്തെടുത്ത് നല്ല സോഫ്റ്റായിട്ടുള്ള കേക്ക് തന്നെ കിട്ടി കേട്ടോ. റിച്ചും സോഫ്റ്റും നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ പൊതുവേ പ്ലം കേക്ക് 2 ദിവസം കഴിയുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ പറയുക. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു കേക്ക് കണ്ടില്ലേ, ഇതിൻ്റെ നടു കണ്ടോ കുഴിഞ്ഞു പോയിട്ടുള്ളത്? എന്താ കാര്യം എന്നറിയോ? ഒരു പ്രാവശ്യം വെച്ചപ്പോൾ കറണ്ട് അങ്ങോട്ട് പോയി. അതിങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് കറക്റ്റ് നേരത്തെ കറണ്ട് അങ്ങോട്ട് പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ കോലം ഇങ്ങനെ ആയത്. പിന്നെ ഇത് സെയിൽ ചെയ്യാനൊന്നുമല്ലല്ലോ, അപ്പോൾ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ റെസിപ്പി വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ പറയാം, നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ വീണ്ടും പുതിയ റെസിപ്പി ആയിട്ട് വരാം. അതുവരെ എല്ലാവരോടും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.